വെരി ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അങ്ങനെ മറ്റൊരു വാർത്താ ദിനം, ഒരു വാർത്തോദയം എന്ന് പറയാം. 24-ന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് നമ്മൾ മോർണിംഗ് വാക്ക് ആരംഭിക്കുകയാണ്. ഞാൻ പറഞ്ഞോളൂ. ഞാൻ സ്മിത ഹരിദാസ്. മൈക്ക് വീണ്ടും മറക്കരുത്. പ്രജിൻസി കണ്ണൻ. ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോ ഇന്ന് നിൽക്കുന്നത് മാനവീയം വീഥിയിലാണ്. മാനവീയം വീഥിയിലൂടെ അങ്ങനെ നടക്കാനാണ് നമ്മുടെ ഒരു പ്ലാൻ. കാരണം എപ്പോഴും എല്ലാവരും പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട് മാനവീയം വീഥിയെ കുറിച്ച്. അത് കലകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. തിരുവനന്തപുരത്തിന്റെ മാത്രമല്ല, കേരളത്തിന്റെ തലസ്ഥാനമാണ്. സാംസ്കാരിക ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഒരുപാട് പുതുമകൾ നമുക്ക് സമ്മാനിച്ച ഒരു വീഥിയാണ് മാനവീയം വീഥി. ഒരുപാട് ബഹളങ്ങളും തിരക്കുകളും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ ചില വാർത്തകളൊക്കെ തന്നെ വരാറുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷെ ഈ പ്രഭാതത്തിൽ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നല്ലത് മാത്രം ചിന്തിക്കുന്നു. രാവിലെ ഒരു നല്ല ദിവസമാകട്ടെ, നല്ല വാർത്തകൾ നിങ്ങൾക്കായി കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിയട്ടെ എന്ന്. അതുപോലെ നിങ്ങളും രാവിലെ തന്നെ എഴുന്നേറ്റ് വളരെ പോസിറ്റീവായിട്ട് നല്ല ഊർജ്ജത്തോടു കൂടി നമ്മുടെ ഈ മോർണിംഗ് വാക്കിനൊപ്പം നിങ്ങളും നടക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനും പ്രജനും തുടങ്ങുകയാണ്. അതെ, ഇന്ന് ജനുവരി 5 ആണ്. 2025-ലെ 5-ാമത്തെ ദിനം എന്നാണ്. അപ്പോൾ നല്ലൊരു ദിനമാവട്ടെ എന്ന് എല്ലാ പ്രേക്ഷകർക്കും ആശംസിക്കുന്നു. ഒപ്പം കൊല്ലവർഷം 1200 ധനു 21. ഒരു വീക്കെൻഡാണ്. അതിൻ്റെ ആലസ്യം ആർക്കും വേണ്ട. എല്ലാവരും മോർണിംഗിൽ തന്നെ ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനായി പുറത്തേക്ക് ഇറങ്ങുക. നേരത്തെ ക്രിസ്ത്യൻ ചെറിയാനുണ്ടെങ്കിൽ പറഞ്ഞേനെ 1 മണിക്കൂർ മുമ്പേ എഴുന്നേൽക്കുക, 1 മണിക്കൂർ മുമ്പേ നടക്കുക എന്നൊക്കെ പറഞ്ഞേനെ. അപ്പോൾ അതുകൊണ്ട് ഞാനത് പറയുന്നു. അപ്പം നമുക്ക് ഒപ്പം നടക്കാം. നടക്കുന്നതോടൊപ്പം നമുക്ക് മറ്റു വാർത്തകളുണ്ട്, വിശേഷങ്ങളുണ്ട്. ഇതെല്ലാം പറഞ്ഞു പോവാം. ഈ മണിക്കൂറിൽ സംഭവിക്കുന്ന വാർത്തകളിലേക്ക് എന്താണ് പ്രേക്ഷകർ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിനം ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമ്മൾ വാർത്തകളിലേക്ക് കടക്കുന്നു. ചങ്ങമ്പുഴയുടെ വരികളുണ്ട്. നാം ഒന്ന് നിരൂപിക്കും, മറ്റൊന്നായി തീരും ഫലം, നാം അതു കണ്ടാർത്തരായി വെറുതെ വിലപിക്കും. ഞാൻ അത് പറയാൻ കാരണം രാവിലെ എന്നെ നല്ല വാർത്തകൾ എത്തിക്കണം, സന്തോഷമുള്ള വാർത്തകൾ എത്തിക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചു. നിങ്ങളും അത് തന്നെ ആഗ്രഹിച്ചു കാണും. പക്ഷേ വളരെ ദുഃഖകരമായ ഒരു വാർത്തയിലേക്ക് ആദ്യം പോകേണ്ടി വരുന്നു എന്നുള്ളത് വലിയ സങ്കടമാണ്. പക്ഷേ വാർത്തകൾ വലിയ വാർത്തകളാകുമ്പോൾ അത് നിങ്ങളുമായി പങ്കുവെക്കാതെ വയ്യ. എന്നും നമ്മൾ വിചാരിക്കാറുണ്ട്. പക്ഷേ നല്ല വാർത്തകൾ, അങ്ങനെ ചീത്ത വാർത്തകൾ എന്നില്ലെങ്കിൽ കൂടി മരണ വാർത്തകൾ എപ്പോഴും നമ്മളെ ഞെട്ടിക്കുന്നതാണ്, നമ്മളെ വേദനിപ്പിക്കുന്നതാണ്. അത്തരത്തിലൊരു വാർത്ത ഇപ്പോൾ വരുന്നു. അതിലേക്ക് ആദ്യം കടക്കാം. കൊല്ലം ചടയമംഗലത്ത് വാഹനാപകടത്തിൽ 2 പേർ മരിച്ചു എന്നാണ് ആ വാർത്ത. ശബരിമലയിൽ നിന്ന് ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കന്യാകുമാരി സ്വദേശികളാണ് ഈ മരിച്ചത്. കാറും ടൂറിസ്റ്റ് ബസ്സും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത്. എറണാകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ടൂറിസ്റ്റ് ബസ്സുമായാണ് കാർ കൂട്ടിയിടിച്ചത്. അതെ, അരുൺരാജ് കൊല്ലത്ത് നിന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ വായിച്ചിരുന്നുണ്ട്. അരുൺരാജ്, ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ കഴിയുന്നില്ല. ദുഃഖകരമായ വാർത്തയാണ്. എന്താണ്, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? കൂടുതൽ വിവരങ്ങൾ എന്താണ്? പ്രജിൻ, സ്മിത, രാവിലെ തന്നെ പ്രഭാതത്തിൽ എത്തുന്ന വാർത്ത ഏറെ ദുഃഖകരമായ വാർത്തയാണ്. ഇന്നലെ രാത്രി 12 മണിയോടെയാണ് ചടയമംഗലം നെട്ടേത്രയിൽ ശബരിമല ദർശനം കഴിഞ്ഞു വന്ന അയ്യപ്പ ഭക്തരുടെ കാറ് എതിരെ വന്ന ടൂറിസ്റ്റ് ബസ്സുമായി കൂട്ടിയിടിക്കുന്നത്. ഈ കൂട്ടിയിടിയിൽ തന്നെ തൽക്ഷണം 2 പേർ മരിച്ചു. കന്യാകുമാരി സ്വദേശികളാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ 3 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അപകടത്തിന് കാരണം സംബന്ധിച്ച് കൃത്യമായി വ്യക്തതയില്ല. ഈ അപകടത്തിന് തൊട്ടു പിന്നാലെ നാട്ടുകാരും ഫയർഫോഴ്സും എത്തി ഈ കാർ വെട്ടിപ്പൊളിച്ചാണ് അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുക്കുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. ഈ കാർ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. നിലവിൽ നാട്ടുകാരടക്കം പറയുന്നത് ഈ ഭാഗത്ത് വേഗത്തിൽ, ഈ രാത്രിയിലടക്കം വളരെ വേഗത്തിലാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഒരുപക്ഷെ ഈ ശബരിമല ദർശനം കഴിഞ്ഞു വന്നതിന്റെ ക്ഷീണമടക്കം ഉണ്ടായിരിക്കാം. ഈ അയ്യപ്പ ഭക്തർ ഉറങ്ങിയതാകാം ഈ അപകടത്തിന് കാരണമെന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ 3 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു. ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും അരുൺരാജ്, നമുക്ക് മനസ്സിലാക്കുന്നത് പോലെ 3 പേരുടെ നില ഗുരുതരമായി തുടരുന്നു പറയുമ്പോൾ ശക്തമായ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. 2 മരണം, 3 പേരുടെ നില അതീവ ഗുരുതരവുമാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇപ്പോൾ അരുൺ പറഞ്ഞതുപോലെ ഉറങ്ങിപ്പോയതാണോ ഡ്രൈവർ? ഉറങ്ങിപ്പോയതാകാം മരണകാരണം എന്ന് പറയുന്നു. അത് എന്താണ് പറയുക? നമ്മൾ നിരത്തിലേക്ക് ഇറങ്ങുമ്പോൾ എപ്പോഴും പറയാനുള്ളതാണ് നമ്മുടെ വേഗം, ഒപ്പം തന്നെ നമുക്ക് അസമയങ്ങളിലെ നമ്മുടെ ഡ്രൈവിംഗ്, ഇതെല്ലാം പ്രശ്നങ്ങളാണ്. ഈ രാത്രി വണ്ടി ഓടിക്കുക എന്നുള്ളത് പലരുടെയും വിചാരം രാത്രി നല്ല സുഖമായിട്ട് അങ്ങ് വണ്ടി ഓടിച്ചു പോകാം എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഉറക്കമൊക്കെ നന്നായി ചിലപ്പോൾ പകലൊക്കെ ഉറങ്ങിയിട്ടായിരിക്കും വണ്ടി ഓടിക്കുന്നത്. വളരെ ശ്രദ്ധയോടെ ആയിരിക്കും, കരുതലോടെ ആയിരിക്കും. അപ്പുറത്തുനിന്ന് വരുന്ന ഒരാൾ ഉറങ്ങിപ്പോയാലും മതി, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു വീഴ്ച പറ്റിയാലും മതി. അപ്പോൾ അതുകൊണ്ട് രാത്രി യാത്ര കഴിയുന്നതും ഒഴിവാക്കുക. പിന്നെ അപകടങ്ങളാണ്
ഉറപ്പാണ് നമ്മൾ പ്രതീക്ഷിക്കാതെ വരും. അപ്രതീക്ഷിതമാണല്ലോ അപകടങ്ങൾ എന്ന് പറയുന്നത് തന്നെ അതാണ്. എങ്കിൽ പോലും കഴിയുന്നത്ര കുറയ്ക്കാൻ ശ്രമിക്കുക. കാരണം ഒരു ജീവന്റെ വില എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യമല്ലല്ലോ. പിന്നെ ഇതുപോലെ രാവിലെ തന്നെ ഈ വാർത്തയൊക്കെ നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ നമുക്കും വലിയ വേദനയാണ്. തീർച്ചയായിട്ടും. പക്ഷേ ആ വേദനയ്ക്ക് അവസാനമില്ല സ്മിത. നമുക്ക് അടുത്ത വാർത്തയും ഈ പറയുന്നത് പോലെ മറ്റൊരു മരണ വാർത്തയാണത്. മറ്റൊരു വിഷയവുമാണ്. അതായത് മലപ്പുറം കരുളായിലാണ് കാട്ടാന ആക്രമണത്തിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു യുവാവ് മരിച്ചു എന്ന വാർത്ത വരുന്നത്. മാഞ്ചേരി പൂച്ചപ്പാറ കോളനിയിലെ മണിയാണ് മരിച്ചത്. മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വിപിൻ സി വിജയനാണ് നമുക്കൊപ്പം ചേരുന്നത്. വിവരങ്ങൾ പങ്കുവച്ച്. വിപിൻ, എത്രയോ കാലങ്ങളായി ഈ ഒരു ഇങ്ങനത്തെ വാർത്തകൾ, ദുഃഖകരമായ വാർത്തകൾ വരുന്നു. ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഇതുവരെ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നിൽക്കുന്നു. ഒപ്പം ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു എന്ന വാർത്ത. എന്താണ് വിവരങ്ങൾ കൂടുതൽ? വനത്തിനകത്ത് വെച്ചാണോ ഈ ആക്രമണം ഉണ്ടായത് വിപിൻ? പ്രജിൻ സ്മിത, അതെ, വനത്തിന്റെ ഉള്ളിലാണ്, കരുളായി ഉൾവനത്തിൽ വെച്ചാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് ഏകദേശം ഒരു 6:30 കൂടി കുട്ടികളെ ട്രൈബൽ ഹോസ്റ്റലിലാക്കിയ ശേഷം വീട്ടിലേക്ക് പനിക്കുള്ള മരുന്ന് വാങ്ങി വരികയായിരുന്നു മണി. ഈ ചോലനായ്ക്കർ പ്രാക്തന ഗോത്രവർഗമായിട്ടുള്ള ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട ആളാണ് മണി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മാഞ്ചേരി പൂച്ചപ്പാറ ആ ഭാഗത്ത് വെച്ചിട്ടായിരുന്നു ഈ ആനയുടെ ഒരു മുന്നിൽ പെടുന്നത്. കണ്ണിക്കൈ എന്ന ഭാഗത്ത് ജീപ്പ് ഇറങ്ങി നടന്നു വരുന്നതിനിടയിലായിരുന്നു. കൂടെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, കുട്ടി കയ്യിലും ഉണ്ടായിരുന്നു. ഉടൻ തന്നെ ആനയുടെ മുന്നിൽ പെടുകയും ആന തുമ്പിക്കൈ കൊണ്ട് അടിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരമുള്ളത്. അങ്ങനെ മണിയുടെ തലയ്ക്ക് ആന തുമ്പിക്കൈ കൊണ്ട് അടിക്കുകയും തലയ്ക്കാണ് മുറിവേൽക്കിരിക്കുന്നത്, തലയ്ക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. കയ്യിലുണ്ടായിരുന്ന കുട്ടി തെറിച്ചു വീഴുകയും ചെയ്തു. അതിനുശേഷം ആ കൂടെ ഉണ്ടായിരുന്നവർ കുട്ടിയെ എടുത്ത് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. അവർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനപാലകർ സ്ഥലത്തേക്ക് എത്തി. അപ്പോൾ പക്ഷേ ഉൾവനത്തിന് ഉള്ളിലാണ്. നമുക്ക് അറിയുന്നത് പോലെ തന്നെ ഏകദേശം ഈ കരുളായിൽ നിന്ന് തന്നെ 20 കിലോമീറ്ററോളം ഉള്ളിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ജീപ്പ് എത്തുന്നതിന് മുൻപ് തന്നെ ഇവരൊക്കെ കുടുംബക്കാരൊക്കെ തന്നെ സ്ഥലത്തെത്തുകയും മണിയെ എടുത്ത് ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ വനപാലകർ എത്തിയാണ് ആംബുലൻസ് സജ്ജമാക്കി അവിടെ നിന്ന് നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. അതുവരെയൊക്കെ ഒരു ബോധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരമുള്ളത്. ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഇപ്പോൾ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണ് മൃതദേഹം ഉള്ളത്. അപ്പോൾ തലക്കേറ്റ പരിക്കാണ് ഈ മരണകാരണമെന്നും അറിയുന്നു. സ്മിത. കാട്ടാനാക്രമണത്തിൽ സംസ്ഥാനത്ത് ഒരു ജീവൻ കൂടി പൊലിയുന്നു എന്നുള്ളതാണ്. നമ്മൾ കുട്ടമ്പുഴയിൽ കണ്ടു, കോതമംഗലത്ത് കണ്ടു. പിന്നാലെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 3 ആഴ്ചക്കിടയിലെ 3ാമത്തെ മരണമാണ് ഇതിൽ കാട്ടാന ആക്രമണത്തിൽ പൊലിയുന്നത് എന്നുള്ളതാണ്. ഇതിപ്പോൾ വനത്തിനകത്ത് വെച്ചാണ്. നമ്മൾ എന്താണ് പറയുക, ആരെയാണ് കുറ്റപ്പെടുത്തുക എന്ന ചോദ്യവും അവശേഷിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകരുത്. അൺഫോർച്ചുനേറ്റ്ലി അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഇതിപ്പോൾ കാടിനകത്തേക്ക് പോയിട്ടല്ലേ എന്നൊക്കെ ചോദ്യങ്ങൾ വന്നേക്കാം. പക്ഷേ മനുഷ്യജീവൻ പൊലിയുമ്പോൾ ജീവിക്കാനുള്ള ഏതായാലും ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ ഇനി ഈ 2 ദുഃഖവാർത്തകൾ രാവിലെ തന്നെ പങ്കുവെക്കേണ്ടി വന്നു. ഇനി നമ്മൾ കുറച്ച് പോസിറ്റീവായിട്ടുള്ള വാർത്തകളിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് പ്രേക്ഷകർ മുമ്പ് ഒന്ന് സമയം പറഞ്ഞു കൊടുത്താലോ? ഓക്കെ. ഇന്നിപ്പോൾ സമയം സ്റ്റുഡിയോ ക്ലോക്കിൽ 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആകുന്നു. 6:10 എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് പോസിറ്റീവായിട്ടൊന്ന് ചിന്തിക്കാം. നമ്മുടെ മനസ്സിൽ ആ വേദനകളൊക്കെ ഉണ്ട്. നേരത്തെ കേട്ട 2 വാർത്തകളുണ്ട്. പക്ഷേ നമുക്കിനി പോസിറ്റീവായ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അതായത് നമ്മൾ എന്തിനാണ് ട്രിവാൻഡ്രത്തേക്ക് വന്നതെന്ന് ഒറ്റ ചോദ്യം ഒറ്റ ഉള്ളൂ അല്ലേ? അത് കലോത്സവം കളറാക്കാനാണ്. നമ്മൾ ആ കളർ ഇന്നലെ മുഴുവനും കണ്ടതാണ്. ശക്തമായ കടുത്ത ആവേശകരമായ പോരാട്ടം നടക്കുകയാണ്. പോരാട്ടം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല ഞാൻ. മത്സരങ്ങളാണ്. ജയിച്ചാലും തോറ്റാലും ഒക്കെ സന്തോഷമാണ് എല്ലാവർക്കും. അതെ, പക്ഷെ ഒന്നാം ദിനം നമ്മുടെ കലോത്സവം പൂർത്തിയാകുമ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ചൊന്ന് തലയുയർത്തി പിടിച്ച് അത് പറയാൻ പ്രജിന് ഒരു പ്രത്യേക സന്തോഷമുണ്ട്. കാരണം 1ാം ദിനത്തിൽ ആറ്റാറുമല്ല ലീഡ് ചെയ്തത് നമ്മുടെ കണ്ണൂർ ജില്ലയാണ് ലീഡ് ചെയ്യുന്നത്. അപ്പൊ കലോത്സവം പിന്നെ നമ്മൾ കപ്പ് അടിക്കുന്നില്ല, കപ്പ് നിലനിർത്തും. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. ഇത്തവണ കണ്ണൂർ മുന്നിലാണ്. തൃശ്ശൂരും കോഴിക്കോടും മത്സരമാണ്. അത് മാത്രമല്ല നമ്മൾ ഇനങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാലേ ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ് പോകുന്നത്. വാശിയേറിയ പോരാട്ടമാണ്. ഇന്നും നല്ല ജനപ്രിയ ഇനങ്ങൾ തന്നെയാണുള്ളത്. തിരുവാതിര കളിയുണ്ട്, നാടോടി സംഘനൃത്തം. നമുക്ക് ഇതിനു മുമ്പേ പറഞ്ഞു ചിലപ്പം ശരിയാണ് അവർക്ക് പറയേണ്ട വിശേഷങ്ങൾ. നമുക്ക് പ്രേക്ഷകരെ കലോത്സവ നഗരിയിലേക്ക് ഒന്നുകൂടെ സ്വാഗതം ചെയ്യാം അല്ലെ? ആനന്ദ കലാപുരിയിലേക്ക്. 63ാമത് കേരള സ്കൂൾ അനന്ത കലാപുരി പവേർഡ് ബൈ ജി-ടെക്. ജോലിയാണ് ലക്ഷ്യമെങ്കിൽ പഠനം ജി-ടെക്കിൽ തന്നെ. കോ സ്പോൺസേർഡ് ബൈ പുതിയ തുടക്കം ആരോഗ്യത്തോടൊപ്പം ഔഷധി. മിൽമ, രുചിയേറും നിമിഷങ്ങൾ.
വർഷങ്ങൾ മറിഞ്ഞോട്ടെ, സമ്മാനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. കേരള സംസ്ഥാന ഭാഗ്യക്കുറി മുത്തൂറ്റ് മെർക്കന്റൈൽ ലിമിറ്റഡ് NCD ജനുവരി 10 മുതൽ. അപ്പോൾ മോർണിംഗ് വാക്കിൽ നമ്മളിങ്ങനെ മാനവീയം വീതിയിലാണുള്ളതെന്ന് പറഞ്ഞു. മാനവീയം വീതിയിലെ രസകരമായ ഇവിടുത്തെ കാഴ്ചകളൊക്കെ പ്രേക്ഷകരെ കാണിക്കണം എന്നുണ്ട്. പക്ഷേ നല്ല ഇരുട്ടുണ്ട്, കുറച്ചുകൂടെ കഴിയട്ടെ. ഒന്ന് വെളിച്ചമൊക്കെ വരുമ്പോഴത്തേക്കും മാനവീയം വീതിയിലെ ഈ പ്രഭാത കാഴ്ചകൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാം. നല്ല ഭംഗിയുള്ള പൊതു കെട്ടിടങ്ങളൊക്കെ ഉണ്ട്, മനോഹരമാണ്. രാവിലെ തന്നെ കുറച്ചുകൂടെ നേരം പൊതു കെട്ടിടങ്ങൾ ഞാൻ പറയാൻ ടോയ്ലറ്റ് ആണ്. അപ്പൊ ഇത് ഇത്ര കാണിക്കാൻ എന്താ, പക്ഷെ കണ്ടോ നല്ല ഭംഗിയാണ് കാണാൻ. വെളിച്ചം വരുമ്പോ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. അതൊക്കെ അത് മാത്രമല്ല, റോഡ് സൈഡിൽ ഒരു ചെറിയ പുസ്തകം വെക്കാനുള്ള ഒരു റാക്ക്, അതിൽ നമ്മൾ വായിച്ച് നമ്മളുടെ പുസ്തകങ്ങൾ കൊണ്ടുവയ്ക്കാം, എടുത്ത് വായിക്കാം, അതിനുശേഷം അവിടെ തിരിച്ചു വെക്കാം. അതൊക്കെ വലിയൊരു കാര്യമാണല്ലേ. വെറുതെ ഒന്ന് മറച്ചു വെക്കാൻ ഒരു 4 വരി വായിക്കാൻ പറ്റിയ വലിയ കാര്യമല്ലേ. മേഘനയിലേക്ക് അല്ലേ, ഒരു കാര്യം, മേഘനയുടെ ആദ്യത്തെ കലോത്സവം റിപ്പോർട്ടും കൂടിയാണ്. അപ്പൊ രസമായിരിക്കും. അല്ല, ആദ്യമായാണ് ഇത്തവണ കലോത്സവം റിപ്പോർട്ട് ചെയ്യാൻ വരുന്നത്. അപ്പോൾ 63ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് 2ാം ദിനമായി ഇന്ന് ജനകീയ ഇനങ്ങളെല്ലാം വേദിയിൽ നിറയും. നേരത്തെ ചേച്ചി സൂചിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ആദ്യ ദിനം കണ്ണൂർ ഒന്നാമതെത്തുന്നു എന്ന പ്രത്യേകത കൊണ്ട്. അപ്പോൾ കണ്ണൂർകാരിയായ മേഘനയാണ് ഇന്ന് ആദ്യം തന്നെ നമ്മുടെ റിപ്പോർട്ടുമായി എത്തുന്നത് ലൈവ്. ഒപ്പം സജോ ദേവസ്യ ഉണ്ട്, സലീം മാലിക്കും ഉണ്ട്. മേഘന, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ കണ്ണൂരാണ് 1ാം ദിനത്തിൽ 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. പക്ഷേ പറയാറായിട്ടില്ല, നമുക്ക് ഇനി മുന്നോട്ട് പോകാനുണ്ട്. നമ്മുടെ കണ്ണൂരെന്നൊന്നും പറയണ്ട, എല്ലാവരുടെയും കണ്ണൂര് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. വടക്കോട്ട് വളരെ സൗഹൃദമാണ്. സ്വന്തം ജില്ല എന്ന് പറഞ്ഞിട്ടെ നമ്മുടെ കണ്ണൂർ എന്ന് പറയാനുള്ള ഒരു ശ്രമമാണ് നമ്മുടെ എന്നാ ഓക്കെ. അപ്പൊ മേഘനയോട് ചോദിക്കാം. മേഘന, ഗുഡ് മോർണിംഗ് ഒരിക്കൽ കൂടി. എന്തൊക്കെയാണ് ഇന്നലെ കണ്ട വിശേഷങ്ങൾ? ഇന്ന് ഏതെല്ലാം ഇനങ്ങൾ ഉണ്ടാകും, പറയൂ. ഗുഡ് മോർണിംഗ് പ്രജിൻ ആൻഡ് സ്മിത. പ്രജിൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കണ്ണൂരാണ്. നമ്മുടെ കണ്ണൂർ 1ാം സ്ഥാനത്ത് 215 പോയിന്റുമായി. ഇന്നലെ 58 മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ 215 പോയിന്റുമായാണ് കണ്ണൂർ 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. പക്ഷേ ഇതൊരു ആധികാരിക വിജയമായി അല്ലെങ്കിൽ ആധികാരിക ലീഡായി കണക്കാക്കാൻ കഴിയില്ല. അത് ഇന്നും മത്സരങ്ങൾ നടക്കും. ഇനി വരുന്ന 4 ദിവസങ്ങൾ കൊണ്ട് ഈ ഒരു പോയിന്റ് നില മാറി മറിയാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പക്ഷേ നമ്മൾ കണ്ണൂർകാർ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ തവണത്തെ പോലെ കണ്ണൂരിലേക്ക് കപ്പ് പോകുമെന്നുള്ളതാണ്. പക്ഷെ അത് എത്രത്തോളം ആകും, അല്ലെങ്കിൽ കോഴിക്കോടും തൃശ്ശൂരും അടക്കം ഇഞ്ചോടിഞ്ചു മത്സരം നടത്തുന്നു. അത്തരത്തിൽ ഒരു ശക്തമായ പോരാട്ടം തന്നെയാണ് ഇന്നലെ 1ാം ദിവസം കണ്ടത്. അതിൽ 57 ഇനങ്ങൾ പൂർത്തിയായി. 57 ഇനങ്ങൾ പൂർത്തിയാകുമ്പോഴും പലതരത്തിലും പല സ്കൂളുകളും പല ജില്ലകളും ഇഞ്ചോടിഞ്ചു പോരാട്ടം നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ ശക്തമായ മത്സരം തന്നെ നടത്തുന്ന ഒരു കാഴ്ചയുണ്ട്. അതിൽ പല മത്സരങ്ങൾ സംഘനൃത്തം, ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഒരു ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞ് രാത്രി 11:30 വരെ ഈ മത്സരം നീണ്ടു നിൽക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടു. അതിൽ ഇന്നും ഗ്ലാമർ ഇനങ്ങളായിട്ടുള്ള മോഹിനിയാട്ടം അടക്കമുള്ള ഒപ്പനയും നാടകവും അടക്കമുള്ള മത്സരങ്ങൾ ഇന്നും നടക്കാനുണ്ട്. അതിനുശേഷം മാത്രമേ എത്തരത്തിലാണ്, അല്ലെങ്കിൽ ഒരു 2 ദിവസം കഴിഞ്ഞാൽ മാത്രമേ പ്രജിനും സ്മിതയും ഒക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആധികാരികമായ ഒരു മുന്നേറുന്നു അല്ലെങ്കിൽ ഇത്തരത്തിൽ കപ്പ് കൊണ്ടുപോകുമെന്നൊക്കെ നമുക്ക് പ്രവചിക്കാനെങ്കിലും കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്നലെ ശനിയാഴ്ച ആയിട്ട് കൂടി ആൾക്കാർ ഈ ഒരു പ്രധാന വേദിയായിട്ടുള്ള MTയുടെ നിലയിലേക്ക് അടക്കം ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. രാത്രി അടക്കം ആൾക്കാർ നമ്മുടെ പവലിയനിലടക്കം ആൾക്കാർ തിങ്ങിക്കൂടി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കലോത്സവം വൈബാക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിൽ ഇന്ന് ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു നല്ല ആൾക്കാർ ഈ ഒരു കലാമത്സരങ്ങൾ കാണാൻ എത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെയാണ് ഈ തിരുവനന്തപുരം ജില്ല ഈ ഒരു കലോത്സവ മത്സരങ്ങളെ, അത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും അധികം ഈ കലോത്സവ മത്സരങ്ങളെ ഏറ്റെടുത്തു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഇന്ന് കാണിക്കാനുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇന്നലെയിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ ഈ വേദിയുടെ പരിസരമൊക്കെ ഒരു മഴ പെയ്ത് ചളിക്കുളമായ ഒരു സാഹചര്യം കൂടിയുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുകയാണ്. അതായത് ഇന്ന് വിദ്യാർത്ഥികൾ ഈ ഒരു കലോത്സവ വേദിയിലേക്ക് എത്തുമ്പോൾ ഇത്തരത്തിലൊരു കാഴ്ച കൂടി, അതായത് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ചളിക്കുളമായി വഴി മാറിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് ഇനി കുറച്ച് വെയിൽ വന്ന് ഒന്ന് റെഡിയായാൽ മാത്രമേ പ്രജിനും സ്മിതയ്ക്കും അടക്കം ഇവിടെ വന്ന് ആ കുട്ടികളുടെ കൂടെ ഒന്ന് അടിപൊളിയാക്കി വൈബാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ
ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും അതിൽ മറ്റ് കാര്യങ്ങളിലൊന്നും ഇന്നും ഒരു കുറവുണ്ടാവില്ല. വിവിധ ഗ്ലാമർ ഇനങ്ങൾ, അത് ഒപ്പന, മോഹിനിയാട്ടം, തിരുവാതിര, അടക്കമുള്ള മത്സരങ്ങൾ, പൂരക്കളിയും മാർഗം കളിയും അടക്കമുള്ള മത്സരങ്ങൾ ഇന്നും വേദിയിലേക്ക് എത്തുന്നുണ്ട്. ഇതിൽ കാണാൻ നിറയെ കാണികൾ, അതായത് ഈ മത്സരങ്ങൾ കാണാൻ നിറയെ കാണികൾ എത്തുന്നു. ആ കാണികൾ ഈ ഒരു തലസ്ഥാനത്തെ കലയുടെ ഒരു തലസ്ഥാനമാക്കി മാറ്റുന്നതിൽ ഈ കാണികൾ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു എന്ന കാര്യത്തിലും സംശയമില്ല. എന്തായാലും ഇന്ന് ഞായറാഴ്ചയാണ്. ഈ ഞായറാഴ്ച എത്രത്തോളം ആൾക്കാർ ഈ വേദിയിലേക്ക് എത്തും? പക്ഷെ ഇപ്പോൾ ഇവിടെ ആളുകൾ എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. നമ്മൾ കുറച്ച് മാധ്യമപ്രവർത്തകരല്ലാതെ ഇവിടെ ഒരു വേദിയും ഒക്കെ ഉണർന്നു വരുന്നതേ ഉള്ളൂ. പക്ഷേ എങ്ങനെയായിരിക്കും ഇനി ഈ ഒരു ദിവസം എന്നുള്ളത്? സലീം അലിക്ക് കൂടി നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. സലീം അലിക്കും സജോ ദേവസ്യയും ഉണ്ട്. നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ സർവ്വസജ്ജമാണ്. അത് മുഴുവൻ സമയവും പ്രേക്ഷകരിലേക്ക്, 24 പ്രേക്ഷകരിലേക്ക് ഈ ഒരു കലോത്സവ വിശേഷങ്ങൾ എത്തിക്കാനുള്ള എല്ലാ തത്രപ്പാടിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കി കഴിഞ്ഞു. സജോ ദേവസ്യ, ഇന്നലെ എങ്ങനെയുണ്ടായിരുന്നു? സലീം അലിക്ക് ഇന്നലെ എങ്ങനെയുണ്ടായിരുന്നു? ഇന്നലെ ഗംഭീരമായിരുന്നു. ഇപ്പോൾ മേഘ്ന പറഞ്ഞതുപോലെ നമ്മുടെ കണ്ണൂർ അങ്ങനെ എളുപ്പത്തിൽ കപ്പൊന്നും കൊണ്ടുപോകില്ല. 215 പോയിന്റ് കണ്ണൂരിനുണ്ടെങ്കിൽ 214 പോയിന്റ് തൃശ്ശൂരിന് തൊട്ട് പിറകിലുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് 213 പോയിന്റുമായി 3-ാം സ്ഥാനത്തുണ്ട്. അതായത് വെറും 1 പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് കണ്ണൂരിൻ്റെ 1-ാം സ്ഥാനം, അതുപോലെ തന്നെ തൃശ്ശൂരിൻ്റെ 2-ാം സ്ഥാനം. അപ്പോൾ കനത്ത മത്സരം എന്ന് പറഞ്ഞാൽ അതിശക്തമായ മത്സരമാണ് ജില്ലകൾ തമ്മിൽ നടക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇന്നലെ വൈകുന്നേരം തിരുവനന്തപുരത്ത് വലിയ ആൾക്കൂട്ടം ഇതുമായി ബന്ധപ്പെട്ട് കലോത്സവത്തിനുണ്ടായിരുന്നെങ്കിൽ പകൽ ശുഷ്കമായിരുന്നു വേദി എന്നുള്ളതാണ്. അത് ഇന്ന് പക്ഷേ ഞായറാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ രാവിലെ സമയങ്ങൾ, പകൽ സമയങ്ങളിൽ കൂടി ഇവിടേക്ക് ആളുകൾ എത്തുമോ എന്നുള്ള ഒരു ആശങ്ക നമുക്കുണ്ട്. പക്ഷേ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതലായി എത്തും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇന്നത്തെ പ്രധാനപ്പെട്ട മാറ്റം, തൈക്കാട് ഭാരത് ഭവനിൽ നടന്ന 2 മത്സരങ്ങൾ ഇന്ന് മാറ്റി തൈക്കാട് LPSലേക്ക് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ചില മാറ്റങ്ങൾ ഏറ്റവും അവസാന റൗണ്ടിൽ വന്നു എന്നുള്ള കാര്യമുണ്ട്. അത് ഇന്ന് മാത്രമല്ല 7-ാം തീയതിയും ആ മാറ്റമുണ്ട്. ഒപ്പം തന്നെ മത്സരങ്ങളിലാണെങ്കിൽ ഇന്നലെ ഈ വേദി 1 മുതൽ വേദി 8 വരെയുള്ള മത്സരങ്ങളിൽ രാത്രി 11 മണി കഴിഞ്ഞിട്ടും രാത്രി 11:30 കഴിഞ്ഞിട്ടും മത്സരങ്ങൾ പൂർത്തിയാകാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് വേദി 15-ലും രാത്രി വൈകിയും 12 മണിയോടുകൂടിയും മത്സരങ്ങൾ തുടരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ മത്സരം അതിൻ്റെ ആവേശത്തോടുകൂടി തുടരുമ്പോൾ, അത് ആ നിലയിൽ തന്നെ വലിയ ആവേശത്തോടു കൂടി തുടരുമ്പോൾ ഈ മത്സരങ്ങൾ വൈകുന്ന സാഹചര്യം, പ്രത്യേകിച്ചും അവസാന നിമിഷമൊക്കെ അപ്പീലുമായി എത്തുന്ന വിദ്യാർത്ഥികൾ കൂടി വരുന്നതോടുകൂടി ഈ കലോത്സവത്തിന് സമയക്രമമൊക്കെ മാറി മറിയുന്നുണ്ട്. എന്തായാലും ആവേശത്തിനൊട്ടും കുറവില്ല, മത്സരബുദ്ധിക്ക് ഒട്ടും കുറവില്ല. ഇപ്പോൾ ഇന്നും ആ നിലയിലുള്ള ഗ്ലാമർ ഇനങ്ങൾ പലതാണ് വേദിയിൽ നടക്കുന്നത്. നമുക്കൊപ്പം സജോ ദേവസ്യ കൂടി ചേരുകയാണ്. ഇന്നലെ നമ്മൾ കളറാക്കി, അപ്പോൾ അതുപോലെ തന്നെ ഇന്നും ആക്കും. പക്ഷേ നിരവധി ഗ്ലാമർ മത്സരങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ഒപ്പനയോടുകൂടി പ്രധാന വേദിയും ഉണരും. ഇന്നത്തെ പ്രധാന മത്സരങ്ങൾ എന്തൊക്കെയാണ്? അതായത് പ്രധാന വേദിയിൽ ഒപ്പനയാണ് നടക്കുന്നത്. അതായത് ഒപ്പന തന്നെയാണ് ഏറ്റവും ഗ്ലാമറായിട്ട്. അതായത് മറ്റു ഏതൊരു കലോത്സവം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒപ്പനയ്ക്ക് ധാരാളം ആരാധകരും കാര്യമായി തന്നെ ആളുകൾ എത്തി വീക്ഷിക്കാനായിട്ടുള്ള ആളുകൾ എത്തുന്നു. പക്ഷേ തിരുവനന്തപുരത്തെ വേദി കഴിഞ്ഞ ദിവസം എടുത്ത് പരിശോധിച്ചാൽ പ്രധാന വേദികളിലെ രാവിലെയൊക്കെ വലിയ തോതിൽ ശുഷ്കമായിരുന്നു, നേരത്തെ സലീം സൂചിപ്പിച്ചതുപോലെ. പക്ഷേ വൈകുന്നേരത്തോടു കൂടി വലിയ തോതിൽ കാര്യമായ സാന്നിധ്യം, അതിൽ മാറ്റം ഉണ്ടായി എന്ന് കാണാം. ഇന്നിപ്പോൾ ഒരു അവധി ദിനം എന്ന നിലയ്ക്ക് ആളുകൾ കൂടുതൽ എത്തുമെന്ന് നമുക്ക് പ്രത്യേകിക്കുക. അതായത് പ്രധാന വേദി MD എന്നുള്ള എന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലെ പ്രധാന വേദിയിൽ ഒപ്പന മത്സരങ്ങൾ നടക്കും. അത് തന്നെയാണ് 9:00 ആദ്യ മത്സരം. പിന്നീട് ടാഗോർ തിയേറ്ററിൽ നാടകം സ്വാഭാവികമായും ഇപ്പോൾ സ്കൂൾ കലോത്സവത്തിലെ നാടകങ്ങൾ മികച്ച നിലവാരം പുലർത്തുന്നത് കഴിഞ്ഞ കുറേയധികം കലോത്സവങ്ങളായി. കാരണം കഴിഞ്ഞ കലോത്സവത്തിലൊക്കെ കാര്യമായി തന്നെ വിലയിരുത്തപ്പെട്ടു പോകുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് അതിനും ധാരാളം, അതായത് അത് ഇവിടുത്തെ വലിയ തോതിലുള്ള ആളുകളുടെ സാന്നിധ്യം നാടകം വീക്ഷിക്കാൻ ഉണ്ടാവാറുണ്ട്. നാടകരംഗത്ത് അല്ലെങ്കിൽ നാടകത്തെ ഇഷ്ടപ്പെടുന്ന, കലയെ ഇഷ്ടപ്പെടുന്ന ആ നിലയ്ക്കുള്ള ആളുകൾ കൂടിയുണ്ട്. അതാണൊപ്പം ചെണ്ടമേളം അടക്കമുള്ള മറ്റു മത്സരങ്ങൾ കൂടിയുണ്ട്. അതും കൂടുതൽ ആളുകളെ ആകർഷിക്കുന്ന കലാമത്സരം എന്ന നിലയ്ക്കാണ്. പോയിന്റ് ടേബിൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ണൂരിന് തന്നെയാണ് കപ്പ് കേട്ടോ, പേടിക്കേണ്ട. മാത്രമല്ല കണ്ണൂരിന് 1 പോയിന്റ് ഉള്ളൂ എന്ന് മാത്രം ഞാൻ ഇടയ്ക്ക് പറയാൻ വിട്ടുപോയതാണ്. സ്കൂളുകളുടെ മത്സരത്തിലെ കണ്ണൂരാണ്, സജോ കണ്ണൂരാണ്, ഞാൻ കണ്ണൂരാണ്. അപ്പം അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഞങ്ങൾ 2 പേര് മതി, ഞാനും സലിമും പോരെ. മതി ശരി എന്നും പറയണം കേട്ടോ. അപ്പോ വീറുറ്റ മത്സരം നടക്കുന്നു. ഒരുപാട് നല്ല കലാപ്രതിഭകളെ ഇന്ന് പരിചയപ്പെടാൻ പറ്റും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും, മാനിക്കയില്ല ഞാൻ മാനവ മൂല്യങ്ങൾ മാനിച്ചിടാത്തൊരു നീതിശാസ്ത്രത്തെയും. ആരാണെന്നറിയാലോ അല്ലേ?
വയലാർ നമ്മുടെ പ്രിയപ്പെട്ട വയലാറാണ്. വയലാറിന്റെ തൊട്ടടുത്താണ് നമ്മൾ നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ കോരിത്തരിക്കുകയാണ്. എത്ര പാട്ടുകളാണ്, എത്ര കവിതകളാണ് ഓർമ്മ വരുന്നത്. വയലാർ രാമവർമ്മ കവി, ഗാനരചയിതാവ് എന്ന് മലയാളം അടയാളപ്പെടുത്തുന്ന ആ പ്രതിഭയുടെ ആ പ്രതിമയ്ക്ക് മുന്നിലാണ് നമ്മളുള്ളത്. മാനവീയം വീഥിയിൽ ഇത്ര ഒരു പ്രതിമ ഇവിടെ ഉണ്ട്. അത് പണി കഴിപ്പിച്ചത് ആരാണെന്നൊക്കെ അവിടെ ഉണ്ട്. ഇത് അനാവരണം ചെയ്തയാളാണ് ഏറ്റവും സ്പെഷ്യൽ വളരെ പ്രിയപ്പെട്ട ദേവരാജൻ മാസ്റ്റർ. ദേവരാജൻ, വയലാർ, യേശുദാസ് ഈ കൂട്ടുകളിൽ പെടുന്ന ഒരുപാട് ഗാനങ്ങളുണ്ട്. ആ ഗാനത്തിലേക്കൊക്കെ നമ്മൾ വരാം. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ അടുത്ത വാർത്ത വായിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മുടെ പ്രേക്ഷകരെ മറക്കരുത്. പ്രേക്ഷകർ ഒരുപാട് പേർ കമന്റ്സുമായി നമ്മുടെ കമന്റ് ബോക്സിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അവരിലേക്ക് ഒന്ന് പെട്ടെന്ന് പോകണം. എല്ലാവരും ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. ഒപ്പം തന്നെ ഈ അപകടത്തിന്റെ വാർത്ത വായിക്കേണ്ടി വരുന്നു എന്നുള്ളത് ഒരു സങ്കടമായിട്ട് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വാർത്തകൾ അങ്ങനെ തന്നെയാണ്. പിന്നെ കലോത്സവ നഗരിയിലെ വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇന്ന് ദേശീയ പക്ഷി ദിനം ആണ് എന്ന് ചിലർ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മളെ. നമ്മളൊന്ന് നോക്കിയിട്ട് കല്ലൂർ സ്റ്റേഡിയത്തിലുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഉമാ തോമസ് MLA-യുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്ന വാർത്ത ആശ്വാസ വാർത്തയാകുന്നു. MLA വെന്റിലേറ്ററിൽ നിന്നും മാറ്റി എന്നതാണ് നമ്മളെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന കാര്യം. മക്കളും ഡോക്ടേഴ്സുമായും സാധാരണ നിലയിൽ സംസാരിക്കുന്നുണ്ട് എന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. ശ്വാസകോശത്തിന് പുറത്ത് കുറച്ച് നീർക്കെട്ട് ഉണ്ട് എങ്കിലും ശ്വാസകോശം സാധാരണ നിലയിൽ തന്നെ പ്രവർത്തിക്കുന്നു. അതിനിടയിൽ MLA സ്വന്തം കൈപ്പടയിൽ എഴുതിയ കുറിപ്പ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. വാടക വീട്ടിൽ നിന്ന് എല്ലാ സാധനങ്ങളും എടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു ആ കുറിപ്പ്. ആരോഗ്യനിലയെ സംബന്ധിച്ചുള്ള വിശദമായ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തുവരും. നാളെയാകും അത് പുറത്തുവരിക. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലൂടെ പെട്ടെന്ന് വരാം. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിനായി മുനമ്പം ജനത നടത്തുന്ന റിലേ നിരാഹാര സമരം എത്ര ദിവസമായെന്നൊരു 86ാം ദിനത്തിലേക്ക് ഇപ്പോൾ കടക്കുകയാണ്. വരാപ്പുഴ അതിരൂപതയുടെയും കോട്ടപ്പുറം രൂപതയുടെയും നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് 4 മണിക്ക് വൈപ്പിൻ ബീച്ച് മുതൽ മുനമ്പം വരെ 27 കിലോമീറ്റർ ദൂരത്തിൽ മനുഷ്യച്ചങ്ങല തീർക്കാൻ പോവുകയാണ്. വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ, സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ, കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ എന്നിവർ മനുഷ്യച്ചങ്ങലയിൽ പങ്കാളികളാകും. വൈപ്പിൻകരയിലെ എല്ലാ ഇടവകയിൽ നിന്നുമുള്ള 25,000 പേർ മനുഷ്യച്ചങ്ങലയിൽ അണിനിരക്കുകയും ചെയ്യും. ഇനി നമ്മുടെ കമന്റ് ബോക്സിലേക്ക് നമുക്ക് വരാം, ഡീറ്റെയിൽ ആയിട്ട് വരാം. അപ്പോൾ ഒരുപാട് പ്രേക്ഷകർ ഇങ്ങനെ കമന്റ് ബോക്സിൽ വരുന്നുണ്ട്. കണ്ണൂർ ജില്ലക്കാർ കപ്പ് കൊണ്ടുപോകുമോ എന്ന് ആരിഫ് MB ചോദിക്കുന്നു. നല്ലൊരു പാട്ടുപാടും എന്ന് പറയുന്നുണ്ട്. സ്മിത കൂടെ നടക്കുന്നത് VS അച്യുതാനന്ദനാണോ എന്ന് എന്റെ ഈ ഡ്രസ്സൊക്കെ കണ്ടിട്ടാണ്, എന്റെ ഈ കണ്ണടയൊക്കെ കണ്ടിട്ടാണ് അല്ലേ? കൊള്ളാം. പ്രജിൻ സ്മിത രണ്ടുപേരും പാട്ടുപാടും. രാവിലെ ഒരു സന്തോഷം ഉണ്ടാവട്ടെ മക്കളെ എന്ന് പറയുന്നു. അതൊക്കെ വേണം. സ്മിത പാട്ട് പാടണോ? എനിക്ക് പാട്ട് പാടാൻ അറിയില്ല കേട്ടോ. അങ്ങനെയെങ്കിൽ ചേച്ചി ഇവിടെ നിൽക്കുമ്പോൾ വയലാർ, ദേവരാജൻ, യേശുദാസ് ആ ടീമിന്റെ ഒരു ഗാനം പാടാതെ എങ്ങനെ പോകും? ഏത് പാട്ടാണ്? അർത്ഥവത്തായ ഒരു പാട്ട് പാടുക എന്നുള്ളതാണ് എന്നും നിലനിൽക്കുന്ന പാട്ടുകൾ, കാലാവധി വർത്തിയായ പാട്ടുകൾ അല്ലെ, ഒരുപാടുണ്ട്. അത് ഒരെണ്ണം പാടാം കുറച്ചില്ലേ? യെസ്. ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി, നമ്മെ കണ്ടാലറിയാതായി, ഇന്ത്യ ഭ്രാന്താലയമായി. ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി, നമ്മെ കണ്ടാലറിയാതായി, ഇന്ത്യ ഭ്രാന്താലയമായി. 1000 മാനവ ഹൃദയങ്ങൾ ആയുധപ്പുരകളായി. ദൈവം തെരുവിൽ മരിക്കുന്നു, ചെകുത്താൻ ചിരിക്കുന്നു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു.
നല്ല പാട്ട്, വരികൾ. ജിൻ പറഞ്ഞതുപോലെ ആ വരികൾ, ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളും അപകടങ്ങളും ഒക്കെ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കാറുണ്ട് അല്ലേ, എന്തിനാണ് ഇങ്ങനെ കലഹിക്കുന്നത് പരസ്പരം, എന്തിനാണ് ഇങ്ങനെ മുറിപ്പെടുത്താൻ ശ്രമിക്കുന്നത്. എല്ലാവരും നല്ല സ്നേഹത്തോടെ കഴിയുമ്പോഴാണല്ലോ നമുക്ക് ജീവിതം അർത്ഥവത്താകുന്നത്. അപ്പൊ അങ്ങനെ ആകട്ടെ, ഇന്നിപ്പോ വയലാർ സ്മരണയ്ക്ക് മുന്നിൽ നമ്മൾ ആ ഒരു ആഗ്രഹത്തോടു കൂടി തന്നെ, നിങ്ങൾക്ക് എല്ലാവർക്കും അത് തന്നെയാകും ആഗ്രഹം എന്ന് നമുക്കറിയാം, സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുക. യെസ്, നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് ശബരിമലയിലേക്കാണ്. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. യെസ്, വാരാന്ത്യ ദിനമായി ഇന്നലെ ശബരിമലയിൽ തീർത്ഥാടനം നടത്തിയത് 80,000-ഓളം പേർ എന്ന കണക്കാണ് ഇപ്പോൾ വരുന്നത്. ഇന്ന് അവധി ദിനമായതിനാൽ ഇന്നലെ രാത്രി മുതൽ ശബരിമലയിലേക്ക് തീർത്ഥാടകരുടെ ഒരു ഒഴുക്ക് തന്നെയാണ് എന്ന് പറയാം. നട അടച്ചതിന് ശേഷവും തീർത്ഥാടകരെ 18-ാം പടി കയറ്റിയാണ് തിരക്ക് നിയന്ത്രിച്ചത്. സന്നിധാനം മുതൽ ശരംകുത്തി വരെ നീണ്ട ക്യൂവിൽ മണിക്കൂറുകൾ കാത്തു നിന്ന ശേഷമാണ് ഭക്തർക്ക് ദർശനം സാധ്യമായത്. തിരക്ക് നിയന്ത്രിക്കാൻ പമ്പയിലും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാസം 14-നാണ് മകരവിളക്ക്. ഇനി ശബരിമല ഇന്നത്തെ ചടങ്ങുകൾ കൂടി പെട്ടെന്ന് നോക്കാം. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. യെസ്, അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ശബരിമല വിശേഷങ്ങൾ. നമുക്ക് ഒരു സ്റ്റോറി കൂടി ഉണ്ട് അല്ലേ? കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നല്ല തിരക്കാണ്. പ്രത്യേകിച്ച് ശനി ഞായറും വന്നപ്പോഴേക്കും തിരക്ക് ഇങ്ങനെ കൂടുകയാണ്. പക്ഷെ തിരക്കൊക്കെ അങ്ങനെ ഉണ്ടെങ്കിലും പല കാര്യങ്ങളും അവിടെ നിന്നുള്ള വിശേഷങ്ങൾ വരുന്നുണ്ട്. അരവണിക്കും അപ്പത്തിനും ക്ഷാമമില്ല എന്നതൊരു ആശ്വാസ വാർത്തയില്ല. എത്ര തിരക്കുണ്ടെങ്കിലും അത് മുടങ്ങുന്നില്ല. അത് കൃത്യമായി നമ്മുടെ തീർത്ഥാടകർക്ക് ലഭിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അല്ലേ? മകരവിളക്ക് മുന്നിൽ കണ്ട് 21 ലക്ഷത്തിലധികം ടിൻ അരവണ ദേവസ്വം ബോർഡ് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് പ്രസാദം ലഭിക്കുന്നതിന്റെ സന്തോഷത്തിലാണ് തീർത്ഥാടകരും. കഴിഞ്ഞ ശബരിമല സീസണുകളിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അപ്പമരവണ വിതരണത്തിലായിരുന്നു. ആവശ്യത്തിന് പ്രസാദം ലഭ്യമാകാതെ വന്നതോടെ വിതരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. എന്നാൽ ഇത്തവണ അതല്ല സാഹചര്യം. ഓരോ തീർത്ഥാടകനും ആവശ്യപ്പെടുന്നതനുസരിച്ച് അപ്പവും അരവണയും നൽകും. ഇതിന് വിപുലമായ സൗകര്യമാണ് ദേവസ്വം ബോർഡ് ഒരുക്കിയിരിക്കുന്നത്. എനിക്ക് ആവശ്യമുള്ള കിട്ടിയായിരുന്നു, ഞാൻ ചോദിച്ചതെല്ലാം കിട്ടിയായിരുന്നു, വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. 18-ാം പടി ആഴിക്ക് സമീപം 10 കൗണ്ടറുകളിലൂടെയും മാളികപ്പുറത്തുള്ള 8 കൗണ്ടറുകളിലൂടെയുമാണ് വിൽപ്പന. അയ്യപ്പ ഭക്തർക്ക് പോസ്റ്റലായും അപ്പവും അരവണയും വാങ്ങാനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിയന്ത്രണങ്ങളില്ലാതെ ആവശ്യാനുസരണം പ്രസാദം ലഭിക്കുന്നതിന്റെ സന്തോഷത്തിലാണ് തീർത്ഥാടകരും. ഇപ്പം എല്ലാം കിട്ടുന്നുണ്ട്. കഴിഞ്ഞ വർഷം പാടായിരുന്നു, തിരക്കായിരുന്നു, 5-10 മണിക്കൂർ ക്യൂ ആയിരുന്നു. ഇപ്രാവശ്യം അതില്ല, ഇപ്പം നേരത്തെ കയറി പോകുന്നുണ്ട്. പ്രസാദം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം പരിമിതി ഇല്ലാതെ കിട്ടുന്നുണ്ട്. ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഫുള്ളും. പ്രസാദവും അതുപോലെ തന്നെ അരവണയും പിന്നെ അപ്പവും എല്ലാം എനിക്ക് ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട്. പ്രതിദിനം 2.8 ലക്ഷം ടിൻ അരവണയാണ് നിർമ്മിക്കുന്നത്. 3 മുതൽ 3.5 ലക്ഷം ടിൻ അരവണ വരെ വിൽപ്പനയും നടക്കുന്നു. മുൻകാലങ്ങളിലുണ്ടായ അരവണ പ്രതിസന്ധിയിൽ നിന്നും ദേവസ്വം ബോർഡ് കുറേയധികം പഠിച്ചു. മാത്രമല്ല, ദേവസ്വം ബോർഡിന്റെ സംഘാടക മികവും അപ്പം അരവണ കൗണ്ടറുകളിലും വ്യക്തമാണ്. ഷിജു ചവറയ്ക്കൊപ്പം രാഹുൽ സുരേഷ്, 24 സന്നിധാനം. അപ്പൊ സുഗമമായ തീർത്ഥാടനം സാധ്യമാകുന്നു ശബരിമല എന്നുള്ളത് സന്തോഷകരമാണ്. മണ്ഡല മഹോത്സവം ഒരു പ്രശ്നമുള്ളത് പോയി. ഇനിയിപ്പോൾ മകരവിളക്കാണ്, അതും ഒരു പ്രശ്നങ്ങളുമില്ലാതെ പോകും എന്നതിന്റെ സൂചനയാണ് ഈ പറയുന്ന പോലെ. അരവണയ്ക്കൊന്നും യാതൊരു ക്ഷാമവുമില്ല. എല്ലാ തീർത്ഥാടകർക്കും ആവശ്യാനുസരണം കിട്ടുന്നുണ്ട്. ആരെങ്കിലും ഒക്കെ പോയി വരുമ്പോ നമുക്കും കൊണ്ടുവന്ന് തന്നാ മതിയായിരുന്നു അല്ലെ? എത്രയൊക്കെ പറഞ്ഞാലും ഈ ശബരിമലയിലെ അപ്പവും അരവണയും അത് കുറച്ച് മതി നമുക്ക്. അത് കിട്ടുമ്പോൾ കഴിക്കുമ്പോൾ ഒരു സന്തോഷം. പോകുന്ന ആൾക്കാർ, നമ്മുടെ പ്രേക്ഷകർ ആരും അത് തരാൻ ചാൻസ് ഇല്ല കേട്ടോ. അവർ പരിഭവത്തിലാണ്, കമന്റ്സ് വായിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇനി കമന്റ്സ് മാത്രമേ വായിക്കുന്നുള്ളൂ.